സ്കൂൾ ബസ് വരാൻ സമയമായി. ദേ അമ്മേ, ഞാൻ വന്നു. ഇതെന്ത് കഥ ചേച്ചി ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അത് പോകുന്നുണ്ടല്ലോ. പിന്നെന്താ ചേച്ചി യൂണിഫോം ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? പിങ്കി മോളെ, അത് ചേച്ചിക്ക് ഇന്റേണൽ എക്സാം ഉണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് പോയാൽ മതി. സത്യമാണല്ലോ അല്ലേ? പിന്നല്ലാണ്ട് നീ ചേച്ചിയുടെ മുഖത്ത് നോക്കി കാണുന്നില്ലേ അവളുടെ മുഖത്ത് എക്സാമിന്റെ ടെൻഷനൊക്കെ? ശരി ശരി, ഞാൻ പോയി സ്കൂൾ ബസ് വരുന്ന നോക്കട്ടെ അമ്മേ. രക്ഷപ്പെട്ടു. നീ കാത്തു, അറിയാലോ പിങ്കിനെ പഠിച്ചിട്ട് നമ്മൾ കല്യാണത്തിന് വന്നേ. വേഗം റെഡി വന്നോളണം. കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്നതിന് നമുക്ക് തിരിച്ചു വരികയും വേണം, കേട്ടല്ലോ? ഓ ശരി അമ്മേ. വൈകുന്നേരം വീട്ടിൽ പിങ്കിമോള് വന്നേ, പിങ്കിമോള് വന്നേ, പിങ്കിമോള് വന്നേ, പിങ്കിമോള് വന്നേ. എന്താടി ചേച്ചി നിനക്കൊരു പുച്ഛം? ഒന്ന് പോവന്നെ. ഇതെന്താ അമ്മ, അമ്മയുടെ കയ്യിൽ പുതിയ വള കിടക്കുന്നേ? കണ്ടോ കണ്ടോ, ഈ അമ്മ എന്നെ സ്കൂളിൽ വിട്ടിട്ട് ഈ ചേച്ചിയുടെ കൂടെ എവിടെ പോയി? എനിക്ക് അറിയാം അതാ ചേച്ചി സ്കൂളിൽ പോവാനേ. ഇല്ല പിങ്കിമോളെ, അമ്മ എവിടെയും പോയിട്ടില്ല. ഇല്ല ഇല്ല, എനിക്കറിയാം എന്നെ പഠിച്ചിട്ട് എവിടെ പോയി അമ്മയും ചേച്ചി. അച്ഛനിങ്ങ് വന്നോട്ടെ, രാത്രിയിൽ രണ്ടിനും ഞാൻ തല്ല് വാങ്ങിച്ചു നോക്കിക്കും. അല്ലേ വേണ്ട, തൽക്കാലം ഞാൻ ക്ഷമിക്കാം. പക്ഷേ ഇതേ അമ്മേ, ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല. ഇതെൻ്റെ അവകാശം. എന്താണോ സ്കൂളിൽ പോകുന്നില്ലാന്നോ? അതൊന്നും പറ്റത്തില്ല, പോയാൽ മതി. നീ പോടി ചേച്ചിക്കള്ളി. അമ്മേ, എന്നോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മ എന്നെ കൊളവാക്കിയല്ലേ?